ഇത് നമ്മുടെ പുതിയ തങ്ങളുപ്പാപ്പായാണ്. പുള്ളിക്ക് ചികിത്സാ കാര്യങ്ങളൊക്കെയാണ് മെയിൻ. പുള്ളി വലിയ വലിയ അസുഖങ്ങളൊക്കെ ചികിത്സിച്ച് മാറ്റി. പാരമ്പര്യം ഉണ്ടെന്ന് വെച്ചാൽ അതുണ്ടെന്ന് അറിയാൻ പാടില്ല. പക്ഷെ സംഗതി അങ്ങനെയൊക്കെയാണ് പറയണേക്കുന്നത്. വലിയ വലിയ അസുഖങ്ങളൊക്കെ മാറ്റി. ഇത് കണ്ടോ നിങ്ങൾ? ഈ കൊടിമരം, ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട്. ഇത് ഇത് പറയാൻ പോവാണ്. ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല. സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല. ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും. അല്ല, ആ കൊടിക്ക് ഇപ്പം എന്തായിരിക്കും പ്രത്യേകത? 10,000 പേര് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ 1000 പേര് വന്ന് പിടിക്കാനുള്ള കാരണം എന്തായിരിക്കും? അങ്ങനെ ഞാനിവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളിന്റെ വീടിന് മുറ്റത്തുണ്ടാവും. അങ്ങനെ ഞാൻ മണിക്കൂറിൽ ഞാൻ ദുആ ചെയ്യാൻ ഉണ്ടല്ലേ. ചികിത്സയായിട്ട് വിളിക്കുക. മിക്കവാറും ഇവിടെയുള്ള ഹോസ്പിറ്റലുകളൊക്കെ പൂട്ടേണ്ടി വരും. ആ മാതിരിയുള്ള ചികിത്സയാണെന്നൊക്കെയാണ് പറയണത്. ഇപ്പം വേണ്ടി ഇവിടെ വരും. ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും. രണ്ട് കാക്കകള്. നമ്മളതെന്തില്ല, ശ്രദ്ധിച്ചില്ല. എല്ലാ ദിവസവും എന്താണ് ഇത് കരയാണ്. സംഭവം എന്താണെന്നില്ല, നമുക്ക് മനസ്സിലായില്ല. അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹ റബ്ബ് എനിക്ക് തന്നൊരു വരദാന, ഒരു ഞാമത്ത. അത് ഔലിയാക്കൾ മുഖേന കിട്ടിയത് തന്നെയാണ്. അപ്പോ കണ്ടാ, പുള്ളിക്ക് പ്രത്യേകിച്ച് പടച്ച റബ്ബ് കൊടുത്തേക്കുന്ന ഒരു സംഭവമാണ് സ്വലാത്തുൽ ഫാത്തിഹ. എങ്ങനെയുണ്ട്? ഈ കാക്കകൾക്ക് അറിയുന്നത് എന്താ നമുക്കറിയില്ല. കുറെ ദിവസം നമുക്ക് മനസ്സിലായില്ല. പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി. എന്തുകൊണ്ടാണ് കാക്ക കരയുന്നറിയോ? തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമ തൊടുകയാണ്. തടി അശുദ്ധിയുള്ള സ്ത്രീകള് വന്നിട്ട് ഈ കൊടിമരം തൊടുകയാണ്. കേട്ടാ, കാക്ക കരയാനുള്ള കാരണമാണ്. അല്ലാണ്ട് കാക്കയ്ക്ക് വിഷമട്ടോ, കാക്കയ്ക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല കാക്ക കരഞ്ഞത്. നമ്മുടെ അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ടാണ്, അതിനകത്ത് തൊട്ടിട്ടാണ് കാക്കകൾ കരഞ്ഞത്. മനസ്സിലാക്കിക്കോ. അപ്പൊ എന്താണ്, ആ കൊടിന്റെ മുകളിൽ കാക്ക തൂറി. ഹക്ക് പറയണല്ലോ, വിമർശനമൊന്നും മറ്റും എനിക്ക് പ്രശ്നമില്ല. ഹക്ക് നമ്മൾ എന്ത് ചെയ്യണം? പറയണം. അതൊന്ന് കാക്ക തൂറേണ്ട സ്ഥലത്ത് തന്നെയാണ് തൂറി. എന്തായാലും കാക്കയ്ക്കൊരു നന്ദിയുണ്ട്. അങ്ങനെ എന്താക്കി മിനിങ്ങാണ് ഇത് കെട്ടി. അതിനുശേഷം ആ കാക്ക രണ്ടുവിടെ വന്നിട്ടില്ല. അപ്പൊ അള്ളാഹു നമുക്ക് തന്നൊരു നിഅമത്താണ്. പിന്നെ ഞാനിവിടെ വരും, ഇവിടെ ആളുകൾ ചികിത്സക്ക് വരും. എനിക്ക് അതൊന്നും ഞാൻ ആരോട് പറയില്ല. ഇതിന് ഫലമുണ്ട്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ആരാധിക്കണം, ഇതുമ്മ പിടിക്കണം, അതൊന്നും അല്ല ഞാൻ പറയുന്നത്. മേലെ കൊടക്കാട് അള്ളാഹു എനിക്ക് തന്ന നിഅമത്ത്. ഇവിടെ എവിടുന്ന ജനങ്ങൾ വരുന്ന അറിയുന്നില്ല. അള്ളാഹു തന്ന നിഅമത്താണ്. അള്ളാഹു അത് അള്ളാഹു നിലനിർത്തി തരട്ടെ. അത്രേ നമുക്കത് പറയാലോ. അപ്പൊ അതിനുശേഷം പല ആളുകളും ചോദിച്ചു എന്തിനത് കെട്ടിയത്. അപ്പൊ അതിന്റെ മറുപടിയാണ് ഇപ്പൊ ഞാന് പറഞ്ഞത് കേട്ടോ. അള്ളാഹു ബർക്കത്ത്. ഈ തങ്ങൾക്ക് കൊടുത്ത നാമത്താണ് ഇത്. ആളെ പറ്റിക്കല്, ഓരോ കേസും പറഞ്ഞ് പൈസ ഉണ്ടാക്കല്. ആളുകൾ എവിടെ നിന്നാണ് വന്നെന്ന് അറിയാൻ പാടില്ല. ഭൂമിയുടെ അടിയിൽ നിന്ന് പൊട്ടി മുളച്ച് വന്നെയാണോ എന്ന് ചെറിയ ഡൗട്ടുണ്ട്. എൻ്റെ പൊന്ന് ചങ്ങായി, തട്ടിപ്പ് കാണാൻ വേണ്ടി ഇഷ്ടംപോലെ ആളുകൾ എപ്പോൾ വേണമെങ്കിലും റെഡി ആയിട്ട് നിൽക്കണം. പിന്നെ നമ്മുടെ കൊച്ചിയിൽ മറ്റേ മിയ ഖലീഫ് അങ്ങനെ ഏതൊരു സാധനം വന്ന് ചടിയായിരുന്നല്ലോ. അപ്പോൾ എന്തായിരുന്നു തിരക്ക്? അത്രയൊക്കെ ഉള്ളൂ. അതെ, താങ്കൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇങ്ങനെ കുറേ വിഡ്ഢികൾ ഇനിയും കുറേ കൂടി വരാനും കുറേ പൈസ ഉണ്ടാക്കാനും അള്ളാഹു താങ്കൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ.